LDFിൻ്റെ ഭരണ തുടർച്ചയുണ്ടാകുമെന്ന ആത്മവിശ്വാസമാണ്. അതിനിടയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപടിക്രമങ്ങളുടെ ഭാഗമായി പ്രധാനപ്പെട്ട നേതാക്കൾക്കൊപ്പം എത്തി തലശ്ശേരിയിൽ പത്രിക സമർപ്പിച്ചത്. CK കേൾക്കാമെങ്കിൽ പറയൂ. തീർച്ചയായും അതെ. ഇനി അദ്ദേഹം ഇന്ന് മലപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹം 22-ാം തീയതി ആണ് തിരിച്ചെത്തുക. 22-ാം തീയതി വൈകിട്ടോടുകൂടി അദ്ദേഹം ഈ മണ്ഡലത്തിലെ പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കും. ഇലക്ഷൻ ചിഹ്നവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ മണ്ഡലത്തിലെത്തും. പിന്നീട് അദ്ദേഹത്തിന്റെ പ്രചരണമാണ്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും മറ്റു മണ്ഡലങ്ങളിലെ പ്രചരണത്തിന് വേണ്ടി മറ്റു സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന് വേണ്ടി പോകും. പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നതോടുകൂടി ഏതാണ്ട് 28ഓടുകൂടി ഈ മണ്ഡലത്തിൽ മാത്രമായി സജീവമായ പ്രചരണത്തിന് ഉണ്ടാകും. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി കഴിഞ്ഞു. അദ്ദേഹം പ്രധാനപ്പെട്ട നേതാക്കൾക്കൊപ്പം എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അതിനുശേഷം അദ്ദേഹം ഈ മലപ്പുറത്തേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. നമുക്കറിയാം, ധർമ്മടം മണ്ഡലം എന്ന് പറയുന്നത് ഒരുപക്ഷെ CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടി രൂപീകരിക്കപ്പെട്ട പിണറായി ഉൾപ്പെടുന്ന പ്രദേശമാണ്. ആ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായാണ് പിണറായി വിജയൻ ഇത്തവണയും മത്സരിക്കുന്നത്. ഏതാണ്ട് 60% വോട്ടിൻ്റെ ഭൂരിപക്ഷം, അല്ലെങ്കിൽ വോട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞ തവണയടക്കം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ സമയത്തുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഈ പ്രവർത്തകരുടെയും അണികളുടെയും എല്ലാം തന്നെ ഉത്തരവാദിത്തം. ഒരുപക്ഷെ ഒന്നാം പിണറായി സർക്കാരിനേക്കാളും അന്ന് കണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല ഈ രണ്ടാം പിണറായി സർക്കാർ കഴിയുമ്പോഴേക്കും ഉണ്ടാകുന്ന മുഖ്യമന്ത്രി. അദ്ദേഹം രാഷ്ട്രീയമായും സംഘടനാപരമായും മുഖ്യമന്ത്രി എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും എല്ലാം തന്നെ കൂടുതൽ കരുത്താർജിച്ച് ഒരുപക്ഷെ പാർട്ടിയെ ഉടനീളം നയിക്കാവുന്നതും നിയന്ത്രിക്കാവുന്നതായ ഒരു ശക്തിയായി അദ്ദേഹം മാറിയിട്ടുണ്ട്. ആ കരുത്തുറ്റ നേതാവാണ് ഇപ്പോൾ ധർമ്മടം മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് 3.0 എന്നത് ലോഡ് ചെയ്യപ്പെടുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു.